ഇത് നീലാണ്ടന്റെ കഥയാണ്. വെറും നീലാണ്ടനല്ലാട്ടാ, തൈക്കൊമ്പത്ത് നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു കുരുത്തം കെട്ടവന്റെ കഥ. തൽപര കക്ഷികളല്ല. എൻ്റെ ദൈവമേ, അടിപൊളി. ലോകത്തില്ലാത്ത പലതരം വെറൈറ്റി ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് നാട്ടിലെ പെമ്പിള്ളേരെ വളയ്ക്കാൻ കച്ചകെട്ടി നടക്കലാണ് പുള്ളിക്കാരന്റെ പ്രധാന ഹോബി. പക്ഷെ തെരുവികളിൽ കണ്ട് ഇതുവരെ ഒന്നും സെറ്റായില്ല. പൊന്നു നേലോട്ടോ, 10 ഡേ സമയം കിടക്കണ്ട നമുക്ക്. നീ ഇത് കണ്ടോടി, ഇലക്ഷൻ എനിക്ക് കോപ്രായൊന്നും കാണണ്ട. സമയം കുറച്ചായി, വന്ന് കിടക്കണോട്ടാ. അങ്ങനെ ഇരിക്കെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നമ്മുടെ നീലാണ്ടന് ഒരു ഉഗ്രൻ കോളൊത്തു. ലിനിയുടെ മെസ്സേജോ? അതും പിടയ്ക്കുന്ന ഒരു ഹൃദയം. ഇതെന്തു മറിമായം? അമ്മൂട്ടി ഫോൺ എടുത്ത് കളി തുടങ്ങിയപ്പോ അത് തനിക്കുള്ള 8ന്റെ പണിയെന്ന് നീലാണ്ടൻ പോയിട്ട് സാക്ഷാൽ ദൈവം നമ്പരാൻ പോലെ ഓർത്തുണ്ടാവില്ല. അമ്മാരി പെടക്കണ സ്മൈലല്ലേ അമ്മൂട്ടി നീലാണ്ടന്റെ നെഞ്ചത്തോട്ട് കാഴ്ച. നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയാ. പാതിരാത്രി ആയാലും തീരുകയില്ല. ഒരു കെട്ടിയാനുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ. ആ കൊച്ചിനെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ പോലും നോക്കുകയില്ല. ഏതു നേരം ഫോണും സിനിമയും പിന്നെ കുറെ കൂട്ടുകാരും. ഷോ, ലിനിക്ക് എന്നോട് ഇങ്ങനെ ഇപ്പൊ എന്താ? ദീപയുടെ ഫോണിൽ ലിനിയുടെ ഫോൺ നമ്പർ കാണും. ഇപ്പം തന്നെ തപ്പിയെടുക്കാം. അതെങ്ങനെയാ? കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അവിടെ കൊണ്ട് വയ്ക്കും, എന്നാൽ അതെടുത്തൊന്ന് സിങ്കിലോട്ട് ഇടുക. അതിനും എൻ്റെ കൈ ചെല്ലണം. ഒരു മനുഷ്യൻ. അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നീ അവളെ ഇവിടെ കൊണ്ടിരുത്തിയാവോ? എടാ പോത്ത്, എത്ര നേരം നിന്നെ വിളിക്കുന്നത്? എടാ ഞാൻ വിളിച്ചത് എന്നാന്നറിയോ? എടാ നമുക്കൊരു പുതിയ ഗ്രൂപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു, ഒരു അസോസിയേഷൻ തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കണേ. എടാ 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 എനിക്കൊരു കോള് വരുന്നടാ. എടാ ഞാൻ ഇപ്പോൾ വിളിക്കാം കേട്ടോ നിന്നെ. എടാ ഞാൻ പിന്നെ വിളിക്കാവേ. എടി അതെ, ഒരു അത്യാവശ്യമായിട്ട് ഒരു ചർച്ചയിലായിരുന്നു, അതാണ് പ്രശ്നം പറ്റിയത്. അതെ, ഈ കൊച്ചിനെ നോട്ടും അടുക്കളപ്പണിയും കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചേച്ച് പോയതല്ലേ, അതിനെ കിടത്തി ഒന്ന് ഉറക്കിക്കൂടെ? അതിനെ എന്തിട്ട് കയ്യിലങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, അത് കിടന്നുറങ്ങി. ഇത്രയും നേരം വരെ നോക്കിയിരിക്കുന്ന ആ ഫോണിലും കളിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പോട്ടെ, ക്ഷമിക്കും. നീ അത് ഒരു അത്യാവശ്യമുള്ളൊരു കോള വന്നു, അതിൻ്റെ പുറകെ പോയതാണ്. ഉച്ചറങ്ങിയില്ലേ, ഇനി അവിടെ കിടക്കുന്നു കേട്ടോ. അസോസിയേഷൻ നമ്മുടെ ഗഡികളെ സ്കൂട്ടാക്കിയ നീലാണ്ടനിട്ട് എങ്ങനെയും ഒരു പണി കൊടുക്കണമെന്ന് മുങ്ങയുടെ പോലെ കാത്തിരിക്കായിരുന്നു. ആരാ? സ്റ്റീഫൻ. ഹേയ്, നമ്മുടെ ലീനയുടെ കെട്ടിയോൻ. ഹലോ, എന്നാടി? ഉണ്ട്, കൊച്ചോടെ ഉണ്ട്. ഞാൻ വീട്ടിൽ ഇരിക്കുന്നു. ആണോ? ഞാൻ ജോലി ചെന്നോ? ആര്? പോയി. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആരും ഇവിടെ ഉള്ളേ? നിനക്ക് മെസ്സേജ് അയക്കാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച് ഇവിടെ അങ്ങനെയൊന്നും അല്ലെന്ന്. പേടി അതുപോലെ നമ്പർ മാറി സംഭവിച്ചായിരിക്കുന്നേ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്ത് ഓക്കെ. നീ ഒരു കാര്യം ചെയ്യാം, നീ ആ നമ്പർ ഇരിക്കുന്ന മെസ്സേജ് അയക്കുക, വാട്സപ്പ് ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ അത്. നീ സമാധാനിക്കേ, നീ ആ ഫോണങ്ങ് സൈലൻ്റ് ആക്കി വെച്ചോ, കുഴപ്പമില്ലത് കേട്ടോ. ശരി,
ഇവളോ? എടി ലിനി, നീ ഇപ്പൊ അയച്ചു തന്ന നമ്പർ അതിൽ നിന്നാണ് നിനക്ക് മെസ്സേജ് അയച്ചേ? ഉറപ്പാണല്ലോ അല്ലേ? Few moments later. എടാ പോത്താ, നീ എവിടെയാ? നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ ഒരു കാര്യമുണ്ട്. കേട്ടാ അതേ, നമ്മൾ പറഞ്ഞില്ലേ നമുക്കിനി പുതിയ അസോസിയേഷൻ ഒന്നും ആവശ്യമില്ല. നീ ഇങ്ങോട്ട് വാ, വഴിയുണ്ടെന്നേ. Later. പക്ഷെ എന്നാലും ആ അസോസിയേഷനിൽ നമ്മളെ എനിക്കത് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലോ. എല്ലാരും ഉണ്ടല്ലോ. എന്തുവാ പുതിയ അസോസിയേഷന്റെ പേരിടയിലാണോ? ആ മൊബൈൽ ഉണ്ടെന്നാ കൊടുത്തടി, ഒരു കാര്യമുണ്ടെന്നേ. തായോ നോക്കിയോളാം. എടി നിന്നെ ശല്യപ്പെടുത്തുന്ന കുഴപ്പമില്ലേ? അവൻ വാട്സപ്പിലാണോ വലിയ മെസ്സഞ്ചറിലാണോ? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തോളാം. നിങ്ങൾ വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട വെറുതെ. അത് ആരാണെങ്കിലും എന്താ ഇത് വെറുതെ ഉള്ള ഒരുത്തനല്ലത്, ഞങ്ങൾ നോക്കിയിരുന്നവനാ അത്. സ്റ്റീഫ, ഞാൻ പണി തുടങ്ങാട്ടാ. ഹായ്. റിപ്ലൈ വന്നോ? റിപ്ലൈ വന്നു. എവിടെ? എടാ ആ കറോട്ട ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ധൈര്യം നമുക്ക് എങ്ങനെ വരണ്ടായിരുന്നു. വരുന്നേ. Much later. എന്റെ ദൈവമേ, സംഭവം ഭയങ്കര സീരിയസ് ആണ്. നമ്മളെ ഇന്ന് ഒരുത്തന്നെ ഇവിടെ കളത്തിക്കൊണ്ടിരുവാണ്. തീർക്കും അവനെ. എടാ കൊല്ലാനല്ല, എടാ അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. സ്റ്റീഫ, അവനെ ഞാൻ ഇവിടെ എത്തിക്കാം. ബാക്കി അവനോട് വന്നിട്ട്. Later that same evening. Okay. എന്താ ഒന്നും മിണ്ടാത്തെ? നാല് പേര് കൂടി ഒരുത്തനെ തല്ലുന്ന വലിയ ആണത്തൊന്നുമല്ലടാ. ചങ്കുറപ്പുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഇതൊക്കെ നീ എനിക്ക് വേണ്ടി ഹണി ട്രാപ്പ് ചെയ്തല്ലടാ. ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പാടാ. സ്റ്റീഫന് കിട്ടിയ ബെസ്റ്റ് ചാൻസ് നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു. നമ്മുടെ സ്റ്റീഫൻ തന്നെ പറയണ പോലെ മണി ത്രാഷിംഗ് സക്സസ്. ഇനി എന്തായാലും നീലകണ്ഠൻ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും കയറി മെഴുകണമെങ്കിലേ ഇത്തിരി സമയം എടുക്കൂട്ടാ.